നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോഡിംഗ് പോയിൻറ്റ്സ് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോഡിംഗ് പോയിൻ്റ് ഐക്കൺ എടുത്ത് അൺവെരിഫൈഡ് ആയിട്ടുള്ള എല്ലാം ഷോ ചെയ്യുന്നു. നമുക്ക് വേണ്ട ലോഡിംഗ് പോയിൻറ്റിൻ്റെ മാപ്പ് വ്യൂ എടുക്കുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതിനകത്ത് ഈ ഒരു സ്ക്രീന് ഐഫോണിലും ആൻഡ്രോയിഡിലും പിന്നെ കമ്പനി അനുസരിച്ചൊക്കെ ഇതിൻ്റെ സ്ക്രോളിങ്ങിൻ്റെ ഐക്കൺസ് അല്പം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് സൂം ചെയ്ത് ഒന്ന് പോയിൻ്റ് ചെയ്യാം. സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലോഡിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ അതൊരു പാടത്ത് തന്നെയാണ് നിൽക്കുന്നത്. റോഡുണ്ടെങ്കിലും ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഡൽഹിയിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്തത്. ഒന്ന് ശരിക്കും സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്കതിൻ്റെ സൈഡിൽ കൂടി തോട് ഒഴുകുന്നുണ്ട്. ആ തോട്ടിലാണ് ഇപ്പോഴും അത് ആ ലോഡിംഗ് പോയിൻ്റ് നിൽക്കുന്നത് കറക്റ്റ്. അപ്പോൾ അത് സൂം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ സാറ്റലൈറ്റ് മാപ്പ് എന്ന് പറയുന്ന ആ ഐക്കണിൽ ലേബൽസിൽ ഒന്ന് ടിക്കിട്ട് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ ചുറ്റുമുള്ള ലേബൽസ് എല്ലാം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ഒരു ലേബലിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ പേരിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ വ്യൂ ഓപ്പണായിട്ട് കിട്ടും. അപ്പോൾ അത് വ്യൂ ഇപ്പോൾ നോക്കിയാൽ അറിയാം, വ്യൂ ഓൺ ഗൂഗിൾ മാപ്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഗൂഗിൾ മാപ്സിൽ ഓപ്പണായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഏകദേശം ഐഡിയ കിട്ടുന്നു. നമ്മളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് തൊട്ട് മുകളിൽ ആണ് നമ്മൾ പോയിൻ്റ് ചെയ്ത സ്ഥലം നമുക്ക് മനസ്സിലാവും ഈ വ്യൂ കാണുമ്പോൾ. ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ മോഡിൽ 9.3 എന്നും പറഞ്ഞ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കോമായിട്ട് വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ 2 വാല്യൂസും ലാറ്റിറ്റ്യൂഡ് വാല്യൂസ് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ജസ്റ്റ് ബാക്ക് അടിച്ച് പുറകോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഈ മൊബൈൽ ആദ്യം ഓപ്പൺ ചെയ്ത ആ സ്ക്രീനിലേക്ക് തിരിച്ചു വരും. ഇത് എഡിറ്റ് കൊടുക്കുക. ഈ എഡിറ്റ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കോപ്പി എടുത്ത് നമ്മുടെ ക്ലിപ്പ് ബോർഡിലുള്ള അത് ഇവിടുത്തെ 9.3 അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് അതങ്ങ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ കോമ ഇട്ട സാധനമാണ് വരുന്നത്. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് മാത്രം വെച്ചിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്ത് കളയുക, കോമയും ഡിലീറ്റ് ചെയ്ത് കളയുക. ദെൻ അതിൻ്റെ ബാലൻസ് ഇപ്പറേ കിടക്കുന്നതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, കോമയും ഉൾപ്പെടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6 ഡെസിമൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഡെസിമലോട് കൂടി ഈ സാധനം കിട്ടി. ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചു പോയിട്ട് അതിൻ്റെ മാപ്പ് വ്യൂ എടുത്ത് നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ചെയ്താൽ ഈ ഒന്നാമത്തത് നമ്മുടെ പ്രധാന പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ കറക്റ്റ് റോഡിൻ്റെ നടുക്കായിട്ട് നമ്മളിത് എഡിറ്റ് ചെയ്ത് ആ 6 ഡെസിമൽ പോയിൻറ്റ്സ് വന്നു കഴിയുമ്പോൾ തന്നെ അത് കറക്റ്റാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇപ്പം പാടത്തിൻ്റെ അടുത്തുള്ള തോട്ടിനകത്ത് ലോഡിംഗ് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ കണ്ടോ, അത് റോട്ടിലേക്ക് ഇറങ്ങി വന്നു. നേരത്തെ തോട്ടിനകത്ത് ഇരുന്നത് റോഡിലേക്ക് കയറി വന്നു. റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.